പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇസ്രായേൽ ജനത്തോട് നിയമാവർത്തന പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇത് പുത്തൻ ഇസ്രായേൽ മക്കൾക്കും ഈ വചനം ബാധകമാണ്. തിരുസഭാ മക്കളെ നോക്കിക്കൊണ്ട് ഈ വചനം പറയുകയാണ്, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ഒരു സംശയവുമില്ല. കാരണം വലിയവൻ എന്നും ഇവനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. വലിയവൻ ഒരിക്കലും ദരിദ്രനെ ഉയർത്തുവാൻ നോക്കത്തില്ല. രാഷ്ട്രീയത്തിലായാലും അല്ലാത്ത മേഖലയിലായാലും. കാരണം പോസ്റ്റ് ഒട്ടിക്കാനും തല്ലുകൊള്ളാനും അടിമേടിക്കുവാനും ഒക്കെ ഇവരെ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് മറ്റ് മേഖലകളിലും. എല്ലാവരെയും അങ്ങ് ഉയർത്തി പോകുവാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം കൂലിപ്പണിക്കാരൻ ആവശ്യമാണ്. കൂലിപ്പണിക്കാരൻ അവൻ്റെ വീട്ടിൽ സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ അവൻ കൂലിക്ക് വരത്തില്ല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ദരിദ്രരായിട്ടുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. താഴെയുള്ള കൂലിപ്പണിക്കാർക്ക് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അവന് പൈസ കിട്ടും. വലിയവരെ സംബന്ധിച്ച് അവർക്കുമുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്കുമുണ്ട്, കച്ചവടം നടത്തുന്നവരെ സംബന്ധിച്ച് അവർ വെട്ടിപ്പും തട്ടിപ്പും പൂഴ്ത്തിവെപ്പും കള്ളത്തൂക്കവും ഒക്കെ ആയിട്ട് അവരും സമ്പാദിക്കും. ഇതിനിടയ്ക്കൊരു വിഭാഗമുണ്ട്, ഇടത്തട്ടിൽ കിടക്കുന്നൊരു വിഭാഗമുണ്ട്. വലിയവനുമല്ല ചെറിയവനുമല്ല, മേച്ചേരിയുമല്ല കീച്ചേരിയുമല്ല, ഒരു ഇടച്ചേരിയുണ്ട്, ഒരിടയ്ക്കുള്ളവനുണ്ട്. അവൻ കൂലിപ്പണി ചോദിച്ചാൽ കൂലിപ്പണിയും കിട്ടത്തില്ല, കച്ചവടവും ഇല്ല, ഒന്നിനും പോകാൻ പറ്റത്തില്ല. അവൻ ഇടം. കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ഗംഭീരൻ, പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടെന്നേ വിചാരിക്കുള്ളൂ, പക്ഷെ ഒന്നും കാണത്തില്ല. ഒരു പരിധി വരെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ളവർ ദരിദ്രർ തന്നെയാണ്. കാര്യം കർത്താവ് പറഞ്ഞു, ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നൊക്കെ കർത്താവ് ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ ദരിദ്രരെ, ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ഏതൊക്കെ വലിയ വലിയ കൊമ്പന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഏതെല്ലാം തരത്തിൽ കുളിക്കടവ് പോലും സ്വർണം കൊണ്ട് പൂശിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബേസിൽ ഭരണാധിപന്മാരായിട്ട് വന്നു കഴിഞ്ഞാൽ ശരി, അവിടെ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. വലിയ വലിയ ലോകത്തിൽ വലിയ സമ്പന്ന രാജ്യത്ത് പോലും ദരിദ്രരുണ്ട്, ഭിക്ഷക്കാരുണ്ട്. ദരിദ്രർ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വന്ന് വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ ആ നാട്ടിൽ അവന് ജീവിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ അവിടെ തന്നെ അവൻ ജീവിക്കും. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് ഈ നാട്ടിലിട്ട് അവനെ ചെണ്ടയടിക്കും പോലെ അടിച്ചവനെ മാറ്റി നിർത്തി തരം താഴ്ത്തി ഇല്ലായ്മ ചെയ്തതിൻ്റെ പേരിലാണ് ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വചനം പറയുകയാണ്, നിൻ്റെ നാട്ടിൽ വന്ന് താമസിക്കുന്ന ദരിദ്രൻ പാവപ്പെട്ടവനെ നീ കൈ അയച്ച് സഹായിക്കണമെന്ന്. അത് ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാതിരുന്നത് മൂലം നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന രാജകീയ നിയമം, രാജകീയ കൽപ്പന ഞാൻ പാലിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം. കർത്താവ് പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് രാജകീയ നിയമമാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്.
ഏറ്റവും മഹത്തായ കൽപ്പനയാണ്. ഈ കൽപ്പനയ്ക്കപ്പുറത്ത് വേറെ ഒരു കൽപ്പനയില്ല സഹോദരങ്ങളെ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് താമസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരയൽവാസിയായ ഒരു പാവപ്പെട്ടവൻ, ഒരു ദരിദ്രൻ, ആ ദരിദ്രനെ സഹായിക്കാതെ ഒരുപക്ഷെ കുരിശുപള്ളി പണിത് കൊടുത്തെന്നിരിക്കും. കാരണം ദരിദ്രനെ സഹായിച്ചാൽ അവന് പേരില്ല. കുരിശുപള്ളി പണിത് കൊടുത്തു കഴിഞ്ഞാൽ അവന് പേരുണ്ട്. അല്ലെ സമൂഹത്തിൽ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും പരിപാടി പേര് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്തു കൊടുക്കും. അത് ചെയ്തു കൊടുത്താലും കർത്താവ് പറയാണ്, നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ നീ അവരെ കൈയയച്ച് സഹായിക്കണം. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. സമൂഹത്തിൽ സഹായവും സ്നേഹവും കരുണയും അർഹിക്കുന്ന ദരിദ്രരുണ്ട്, വിധവകളുണ്ട്, അനാഥരുണ്ട്, വികലാംഗരുണ്ട്. എന്നിവരെ അർഹമാമിതം സഹായിക്കാതെ ഞാൻ മുഖം തിരിച്ചു പോയ ഒരു വ്യക്തിയായി, അത്തരക്കാരെ കാണുമ്പോൾ ഞാൻ അവഗണിച്ചുകൊണ്ട് സഹോദര സ്നേഹത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായി ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വചനം ഞങ്ങൾ ഓർക്കുന്നു, ഭൂമിയിൽ ദരിദ്രരെന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിൻ്റെ നാട്ടിൽ വന്ന് താമസിക്കുന്ന അഗതികളെയും പാവപ്പെട്ടവരെയും കയ്യഴിഞ്ഞ് സഹായിക്കണമെന്ന് അരുളി ചെയ്ത കർത്താവേ, സഹായിക്കാതെ മുഖം തിരിച്ചു പോയ നിമിഷങ്ങളോട് ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ദരിദ്രരെയും വിധവകളെയും അനാഥരെയും വികലാംഗരെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മുഖം തിരിച്ച് പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. അവിടുത്തെ വചനം ജീവിതത്തിൽ പാലിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.